ഹായ് ഹലോ എവരി വൺ, എല്ലാവർക്കും മാഷൻ ടീച്ചറിൻ്റെ മറ്റൊരു പുതിയ ഓൺലൈൻ ക്ലാസ്സിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ടീച്ചർ എത്തിയിട്ടുള്ളത് 2ാം ക്ലാസ്സിലെ കൊച്ചു കൂട്ടുകാർക്ക് യൂസ്ഫുൾ ആവുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ടാണ് കേട്ടോ. അപ്പോൾ ഇതാ നമ്മുടെ എക്സാം ഇങ്ങ് എത്തി നിൽക്കുകയാണ് അല്ലേ. നമുക്കിനി നമ്മുടെ മുന്നിൽ വളരെ കുറച്ച് സമയം മാത്രമേ ഉള്ളൂ. അപ്പോൾ നമുക്ക് വേഗം എന്ത് ചെയ്യാം, നമ്മുടെ എക്സാമിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകളൊക്കെ തുടങ്ങാം അല്ലേ. അപ്പം ടീച്ചർ മുന്നേ ആയിട്ടുള്ള വീഡിയോ ഒക്കെ മക്കൾ കണ്ടിട്ടുണ്ടായിരിക്കുന്നു വിചാരിക്കുകയാണ്. കാണാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ചാനലിൽ കയറിയിട്ട് വീഡിയോസ് കാണണം കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതിൻ്റെ ബാക്കി ക്വസ്റ്റ്യൻസ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ക്ലാസ്സിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ടീച്ചർ മുന്നേ പറഞ്ഞത് മക്കൾക്ക് ഓർമ്മയുണ്ടല്ലോ. 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ കൂട്ടുകാരുടെയും ഇതുപോലെ എക്സാം റിലേറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ വീഡിയോ ക്ലാസ് അവൈലബിൾ ആവാനും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വെക്കേഷൻ ക്ലാസ്, നിങ്ങളുടെ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ട്യൂഷൻ ക്ലാസ്സുകളെല്ലാം അവൈലബിൾ ആവാനായിട്ട് നമ്മുടെ ചാനലിൽ 89 രൂപയ്ക്ക് നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അങ്ങനെ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യുന്ന കൂട്ടുകാർക്ക് കൂടുതൽ കാര്യങ്ങൾ അറിയാനായിട്ട് സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന വാട്സപ്പ് നമ്പറിൽ മക്കൾക്ക് കോൺടാക്ട് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പം നമ്മൾ 2 ആക്ടിവിറ്റി ആയിരുന്നു മുന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അല്ലേ. ഇന്ന് നമ്മൾ 3ാമത്തെ ആക്ടിവിറ്റിയാണ് ഡിസ്കസ് ചെയ്യുന്നത് കേട്ടോ. എല്ലാ മക്കളും റെഡിയാണല്ലോ. എനിക്ക് വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന കൂട്ടുകാർ വേഗം ഒന്ന് വീഡിയോ ലൈക്ക് ചെയ്യുക. അതോടൊപ്പം തന്നെ പുതുതായിട്ട് കാണുന്ന മക്കളുണ്ടെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ പേര് കൂടി ഒന്ന് ടൈപ്പ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, നോക്കിക്കേ, ആക്ടിവിറ്റി 3 ടെൻസ് ആൻഡ് വൺസ് കേട്ടോ. അപ്പോൾ ടീച്ചർ ഇംഗ്ലീഷ് മീഡിയം ക്വസ്റ്റ്യൻസും അതുപോലെ തന്നെ ഇതിൻ്റെ മലയാളം മീഡിയംകാരുടെ ക്വസ്റ്റ്യൻസും പറയുന്നതായിരിക്കും. അപ്പോൾ മാത്സ് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന 2ാം ക്ലാസ്സിലെ കൂട്ടുകാർ, എല്ലാ മീഡിയത്തിലുള്ള കൂട്ടുകാർ നന്നായിട്ട് തന്നെ ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ. ടെൻസ് ആൻഡ് വൺസ് പറഞ്ഞാൽ 10കളും 1കളും എന്നതാണ് മലയാളം മീഡിയംകാർക്ക് ചോദിക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അതിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. 3 tens together will make how much? അതായത് 3 10കൾ ചേർന്നാൽ എത്ര എന്നതാണ് ചോദിച്ചിട്ടുള്ളത് കേട്ടോ. 3 10കൾ 3 tens എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ, എന്താണ് 10 പ്ലസ് 10 ആണല്ലേ. 10 കൂട്ടണം 10 എത്രയാണ് മക്കളെ? 3 tens together will make how much എന്നാണ് ചോദിച്ചത്. എത്രയാണ്? 3 10കൾ ചേർന്നാൽ 30. ഇനി ഇത് കണ്ടെത്താൻ അറിയാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്നുകൂടി ഇവിടെ ശ്രദ്ധിച്ചേ മക്കളെ. എന്ത് ചെയ്യണം? നമുക്ക് എന്താണ് ചോദിച്ചിട്ടുള്ളത്? 10 പ്ലസ് 10 എന്നാണ് ചോദിച്ചത് അല്ലേ. 3 10കൾ ചേർന്നാൽ എത്രയാണെന്നുള്ളത്. അപ്പം നോക്കിക്കേ മക്കളെ, ഒന്നുമില്ല, മക്കളെ ആൻസറിൽ എന്ത് ചെയ്യും, ഒരു 0 അവിടെ നിന്നോട്ടെ. 10ൻ്റെ ഒരു 0 ആണത് കേട്ടോ, അതവിടെ വെക്കട്ടെ. എന്ന് നോക്കിക്കേ മക്കളെ, ബാക്കി എത്ര ഒന്നുകളുണ്ട്? ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1, ഇവിടെ ഒരു 1 അല്ലേ. 3 ഒന്നുകളാണ്. അപ്പോൾ 3 ഒന്നുകൾ ചേർന്നാൽ എത്രയാണെന്ന് നമുക്ക് അറിയാം. എത്രയാണ് മക്കളെ? യെസ്, 3 ഒന്ന് ചേർന്നാൽ 3 ആണ് അല്ലേ. അപ്പോൾ നോക്കിക്കേ എത്ര നമുക്ക് ആൻസർ കിട്ടി? 30 എന്ന് കിട്ടി അല്ലേ, 30 എന്ന് കിട്ടി. ഇനി അടുത്തത് മക്കൾ ഒറ്റയ്ക്കൊന്ന് പറഞ്ഞേ. 10 പ്ലസ് 4 10കളാണുള്ളത് കേട്ടോ. അപ്പോൾ 10ൻ്റെ ഒരു 0 നമ്മൾ ആദ്യം തന്നെ ആൻസറിൽ എഴുതി വെച്ചു. ഇനി എത്ര ഒന്നുകളുണ്ട് നോക്കിക്കേ മക്കളെ. 1 2 3 4 അല്ലേ. 4 ഒന്നുകളാണുള്ളത്. അപ്പോൾ ആ 4 നമ്മൾ എഴുതി. 4 ഒന്നുകൾ ചേർന്നാൽ 4 നമുക്കറിയില്ല. അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടി മക്കളെ? 40. അതായത് 4 10കൾ ചേർന്നാൽ എത്രയാണ് ആൻസർ വരിക? 40 എന്ന് വരും. മനസ്സിലായിട്ടുണ്ടോ? അപ്പം ഇതേ രീതിയിലാണ് ടെൻസുകൾ തന്നാൽ മക്കൾ കണ്ടെത്തേണ്ടത് കേട്ടോ. 10കളുടെ എണ്ണം തരികയാണെങ്കിൽ അത് എത്രയാണ് സംഖ്യ എന്നുള്ളത് ഫൈൻഡ് ചെയ്യേണ്ടത്. അപ്പോൾ ഇവിടെ നമ്മളോട് ചോദിച്ചത് എത്രയാണ് മക്കളെ? 3 tens ആണ് അല്ലേ. 3 10കൾ ഒന്നിച്ച് ചേർന്നാൽ എത്രയാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. 3 10 എന്ന് പറയുമ്പോൾ നമുക്ക് 3 എഴുതാം, അതിനോടൊപ്പം 0 ചേർക്കുക. എത്രയാണ് മക്കളെ? 30. ദെൻ നെക്സ്റ്റ് വൺ നോക്കിക്കേ. 3 tens and 6 ones together will make how much എന്നാണ് ചോദിച്ചത് കേട്ടോ. അതായത് 3 tens 3 10കളും 6 ones 6 ഒന്നുകളും ചേർന്നാൽ എത്രയാണ് സംഖ്യ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പം നമുക്കറിയാം 3 10കളല്ലേ, നമ്മൾ പറഞ്ഞു 3 10കൾ ചേർന്നാൽ 30 ആണ്. ഇനി 6 ഒന്നുകൾ ചേർന്നാൽ എത്രയാണ് മക്കളെ? 6 ഒന്നുകൾ ചേർന്നാൽ 6 ആണ്. അപ്പം 30 + 6 എന്ന് പറയുന്നത് എത്രയാണ്? യെസ്, 36 ആണ്, 36 ആണ്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. കംപ്ലീറ്റ് ദി മിസ്സിംഗ് കോളംസ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോക്കിക്കേ, ടേബിൾ കംപ്ലീറ്റ് ചെയ്യാനാണ്. ഇതുവരെ നമ്മൾ എയും ബിയും ക്വസ്റ്റ്യൻ എന്താണോ ചെയ്തത് സെയിം പാറ്റേൺ തന്നെയാണ് നെക്സ്റ്റ് സി ക്വസ്റ്റ്യനും വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ നോക്കിക്കേ. എത്ര 10കളുണ്ട്? 1 2 3 3 10കൾ. എത്ര വൺസ് ഉണ്ട് മക്കളെ? എത്ര ഒന്നുകളുണ്ട്? 1 2 3 4 5 5 ഒന്നുകളുണ്ട് അല്ലേ. 3 10ഉം 5 ഒന്നുകളും ചേർന്ന സംഖ്യ എത്രയാണ്? യെസ്, 35 എന്ന് കിട്ടി. ഇനി അടുത്തത് ബാക്കി മക്കളെടുത്ത് കംപ്ലീറ്റ് ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്തത് എത്ര 10കളുണ്ട് നമുക്ക് നോക്കാം. എത്രയാണ്? 1 2 3 4
5 6 അല്ലേ 6 പത്തുകൾ. അപ്പം 6 അവിടെ എഴുതി വെച്ചോളൂ കേട്ടോ. 6 പത്തുകൾ 1 2 3 3 ഒന്നുകളും. അപ്പോൾ എത്രയാണ് മക്കളെ 63 അല്ലേ 63 എന്ന് കിട്ടും. ഇനി നമുക്ക് പത്തുകൾ അവിടെ തന്നിട്ടുണ്ട്. എത്രയാണ് നമ്പർ ഒന്നും തന്നിട്ടുണ്ട്, പക്ഷെ ഒന്നുകൾ തന്നിട്ടില്ല. നോക്കിക്കേ മക്കളെ എത്ര പത്തുകളുണ്ട്. 1 2 3 4 4 പത്തുകൾ എഴുതിയിട്ടുണ്ട്. പത്തുകളുടെ സ്ഥാനത്ത് 4 എഴുതിയിട്ടുണ്ട്. ഇനി ഒന്നിൻ്റെ സ്ഥാനത്ത് സംഖ്യ ഇതാണ് 2. അപ്പോൾ എത്ര വൺസ് ആയിരിക്കും മക്കളെ ഉണ്ടായിരിക്കുക 1 2 അല്ലേ 2 ഒന്നുകളാണ് ഉണ്ടാവുക. 4 10ഉം 2 ഒന്നുകളും ചേർന്നാലാണ് 42. ഇനി അടുത്തത് നോക്കിക്കുക മക്കളെ, നമ്പറും നമുക്ക് തന്നിട്ടുണ്ട്, വൺസിൻ്റെ എണ്ണവും അല്ലേ ഒന്നുകളുടെ എണ്ണവും തന്നിട്ടുണ്ട്. അങ്ങനെയാണ് എത്ര ടെൻസ് ഉണ്ട് എന്ന് എഴുതേണ്ടത്. എത്ര ഒന്നുകളുണ്ട് മക്കളെ കൗണ്ട് ചെയ്ത് 1 2 3 4 5 6 7 7 ഒന്നുകളുണ്ട്. ഒന്നിൻ്റെ സ്ഥാനത്ത് ഇവിടെ 7 എന്നുണ്ട് അല്ലേ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ഡിജിറ്റ് ഏതാണ്? ടെൻസിൻ്റെ പ്ലേസിലുള്ളത് 5 ആണ്. അതുകൊണ്ട് എത്ര പത്തുകൾ നമ്മളിവിടെ എഴുതണം മക്കളെ? 5 പത്തുകൾ അല്ലേ. അപ്പോൾ 1 2 3 4 5 അല്ലേ. 5 പത്തുകളും 7 ഒന്നുകളും ചേർന്നാൽ എത്രയാണ് മക്കളെ നമ്പർ കിട്ടുക? 57 എന്ന് കിട്ടും. ക്ലിയർ ആയിട്ടുണ്ടാവും. അപ്പോൾ ഇതേ രീതിയിലാണ് ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മക്കൾ അറ്റൻഡ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഇത്ര പത്തുകളും ഇത്ര ഒന്നുകളും ചേർന്നാൽ എത്രയാണ് നമ്പർ എന്നുള്ളതിൻ്റെ കൂടുതൽ പ്രവർത്തനങ്ങൾ മക്കൾ എന്ത് ചെയ്യുക? വീട്ടിൽ നിന്ന് വർക്കൗട്ട് ചെയ്ത് നോക്കുക കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ ഇത്തരത്തിലൊരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ മക്കൾ 5 മാർക്ക് മേടിക്കുമോ? നമ്മുടെ കമൻറ്റ് ബോക്സ് പറഞ്ഞ് 5 മാർക്കും കൂട്ടുകാർക്ക് കിട്ടുമെങ്കിൽ നമ്മുടെ കമൻറ്റ് ബോക്സ് പറയാം കേട്ടോ. ഓക്കെ മക്കളെ, ദെൻ നമുക്ക് ആക്ടിവിറ്റി 4 പോവാം അല്ലേ. ടോയ് ഷോപ്പ് എന്നാണ് കേട്ടോ. ഓക്കെ, നോക്കിക്കേ മക്കളെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫാസിൽ വെൻറ്റ് ടു ദി ഷോപ്പ്, ഹി ബോട്ട് എ ബോൾ ആൻഡ് എ സ്മോൾ എയ്റോപ്ലെയിൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നമുക്ക് അവിടെ ഒരു ടോയ് ഷോപ്പിൽ ഒരു കളിപ്പാട്ടമൊക്കെ വിൽക്കുന്ന ഒരു കടയുണ്ട്. അപ്പോൾ ആ കടയിൽ ഒരുപാട് കളിപ്പാട്ടങ്ങളുടെ ചിത്രം നമുക്ക് അവിടെ തന്നത് കണ്ടോ മക്കളെ. ബോൾ ഉണ്ട്, ബോളിന് എത്ര രൂപയാണ്? 32 റുപ്പീസ് ആണല്ലേ, 32 ആണ്. ദെൻ നോക്കിക്കേ മക്കളെ, ഒരു ടെഡി ബെയർ ഉണ്ട് അല്ലേ, അതിന് എത്രയാണ്? 50 റുപ്പീസാണ്, 15 രൂപയാണ്. പിന്നെ നോക്കിക്കേ ഒരു കളിപ്പാട്ടുണ്ട് അല്ലേ. ഓക്കെ, ഒരു ഡെക്കിനെ പോലെയൊക്കെയുള്ള ഒരു കളിപ്പാട്ടുണ്ട് അല്ലേ, അതിന് എത്രയാണ് മക്കളെ? 20 റുപ്പീസാണ്. പിന്നെ ഒരു എയ്റോപ്ലെയിൻ ഉണ്ട് അല്ലേ, എയ്റോപ്ലെയിൻ എത്ര രൂപയാണ് മക്കളെ? യെസ് 45 റുപ്പീസാണ് അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് നമുക്ക് അവിടെ തന്നിട്ടുള്ളത് അല്ലേ. ഓരോ സാധനങ്ങളും അവയുടെ വിലയും തന്നിട്ടുണ്ട്. ടീച്ചർ പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. ഇത്തരത്തിൽ ഓരോ സാധനങ്ങളുടെ പ്രൈസ് തന്നിട്ട് നമുക്ക് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻ എപ്പോഴും നമുക്ക് കണ്ടുവരാറുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളോട് എന്താ പറഞ്ഞത്? ഫാസിൽ എന്ത് ചെയ്തു? ഒരു ഷോപ്പിൽ പോയി അവൻ എന്തൊക്കെ മേടിച്ചു മക്കളെ? ഒരു ബോളും അതുപോലെ തന്നെ ഒരു ചെറിയ എയ്റോപ്ലെയിനും മേടിച്ചു. എന്തൊക്കെയാണ് മേടിച്ചിട്ടുള്ളത്? ബോളും മേടിച്ചിട്ടുണ്ട്, എയ്റോപ്ലെയിനും മേടിച്ചിട്ടുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ എന്തൊക്കെയാണ് മക്കളെ മേടിച്ചിട്ടുള്ളത്? ബോൾ മേടിച്ചിട്ടുണ്ട്, എയ്റോപ്ലെയിനും മേടിച്ചിട്ടുണ്ടെന്നാണ് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളത് അല്ലേ. ഓക്കെ, ഇതെന്ന് നോക്കിക്കേ. ഹൗ മച്ച് മണി ഡിഡ് ഫാസിൽ സ്പെൻഡ് ഇൻ ടോട്ടൽ? അതായത് ആകെ എത്ര രൂപ നമ്മുടെ ഫാസിൽ ചിലവാക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളോട് പറഞ്ഞത് എന്താണ്? ബോൾ മേടിച്ചിട്ടുണ്ട്, എയ്റോപ്ലെയിൻ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കിക്കേ മക്കളെ, ബോളിന് എത്ര രൂപയാണ്? ബോളിന് ടീച്ചർ ബി എന്ന് എഴുതി കേട്ടോ. ബോളിന് എത്ര രൂപയാണ്? 32 റുപ്പീസാണ്, 32 റുപ്പീസാണ്. എയ്റോപ്ലെയിൻ എത്ര രൂപയാണ് മക്കളെ? എയ്റോപ്ലെയിൻ 45 റുപ്പീസാണ്, 45 രൂപയാണ്. അപ്പം നമ്മളോട് എന്താണ് കാണാൻ പറഞ്ഞത്? യെസ്, ടോട്ടലാണ് കാണാൻ പറഞ്ഞത് അല്ലേ. ആകെ തുക കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ കാണാനായിട്ട് പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? ബോളിൻ്റെ തുകയായിട്ടുള്ള 32 രൂപയും എയ്റോപ്ലെയിൻ്റെ തുകയായിട്ടുള്ള 45 രൂപയും തമ്മിൽ ആഡ് ചെയ്യണം. രണ്ടും തമ്മിൽ കൂട്ടുകയല്ലേ വേണ്ടത് മക്കളെ. അപ്പോൾ 32 പ്ലസ് 45 ചെയ്യണം. 32 കൂട്ടണം, 45 ചെയ്യണം. ഒന്ന് ആഡ് ചെയ്ത് നോക്കിക്കുക മക്കളെ. ആഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഏത് 2 സംഖ്യകളാണ് ആദ്യം ആഡ് ചെയ്യേണ്ടത്? യെസ്, വൺസിൻ്റെ പ്ലേസിലുള്ളത് അല്ലേ. ഒന്നിൻ്റെ സ്ഥാനത്തെ സംഖ്യകൾ തമ്മിലാണ് ആദ്യം കൂട്ടേണ്ടത്. ഇവിടെ ഒന്നിൻ്റെ സ്ഥാനത്തെ നമ്പേഴ്സ് ഏതൊക്കെയാണ്? 2ഉം 5ഉം ആണല്ലേ. ഇതാണ് വൺസിൻ്റെ പ്ലേസ്, ഇതാണ് ടെൻസിൻ്റെ 10ൻ്റെ സ്ഥാനം അല്ലേ. ഓക്കെ, അപ്പോൾ 2ഉം 5ഉം കൂട്ടിയാൽ എത്രയാണ് മക്കളെ? 5 + 2 എന്ന് പറയുന്നത് 7 ആണ്. അടുത്തത് 10ൻ്റെ സ്ഥാനത്തുള്ള 3ഉം 4നെയും തമ്മിൽ എന്ത് ചെയ്യണം? കൂട്ടണം. 3 + 4 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 7 ആണ്. അപ്പം നമുക്ക് എത്ര ആൻസർ കിട്ടി? യെസ്, 77 എന്ന് കിട്ടി അല്ലേ. അതായത് നമ്മുടെ ഫാസിൽ ആകെ എത്ര രൂപ ചിലവാക്കണം? 77 രൂപ വേണം ചിലവാക്കാനായിട്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ. അപ്പോൾ ഇവിടെ 77 എന്ന് വേണം എഴുതാൻ. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കുക മക്കളെ. ഇഫ് ഫാസിൽ ഗേവ് ദി ഷോപ്പ് കീപ്പർ എ 100 റുപ്പി നോട്ട്, ഹൗ മച്ച് മണി വിൽ ദി ഷോപ്പ് കീപ്പർ ഗീവ് ബാക്ക് എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ. അത് കുറച്ചൊരു ചുറ്റിക്കുന്ന ക്വസ്റ്റ്യൻ ആണ്. എന്താണ് മക്കളെ ക്വസ്റ്റ്യൻ? 100 രൂപ ഫാസിൽ എന്ത് ചെയ്തു? കടക്കാരന് കൊടുത്തു എങ്കിൽ ബാക്കി എത്ര രൂപയാണ് അയാൾ തിരിച്ചു കൊടുക്കേണ്ടത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്.
അപ്പം നോക്കിക്കേ മക്കളെ, അത് കണ്ടെത്താനായിട്ട് ബാക്കി കണ്ടെത്താനാണ് അല്ലേ. അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? കുറയ്ക്കുകയാണ് ചെയ്യേണ്ടത്. എത്ര രൂപയാണ് കൊടുത്തിട്ടുള്ളത്? 100 കൊടുത്തിട്ടുള്ളത്. 100ൽ നിന്ന് എത്ര നമുക്ക് മൈനസ് ചെയ്യണം മക്കളെ? 77 77 വേണം മൈനസ് ചെയ്യാനായിട്ട്. അപ്പോൾ ഇങ്ങനെ മൈനസ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ചെറിയൊരു പ്രയാസം ഉണ്ടായിരിക്കും. അപ്പോൾ വേറെയും ഒരുപാട് മെത്തേഡ്സ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ മൈനസ് ചെയ്യുന്നതിന് പകരം. നോക്കിക്കേ, ഈ 100ൽ നിന്ന് 77നെ മൈനസ് ചെയ്യുന്നതിന് പകരം 77നെ നമ്മൾ 100ലേക്ക് എത്തിച്ചാൽ പോരെ മക്കളെ? 77ലേക്ക് എത്ര കൂട്ടിയാലാണ് 100 കിട്ടുക എന്നല്ലേ നമ്മൾ കണ്ടെത്തേണ്ടത്. അപ്പോൾ നമുക്ക് ആദ്യം അതായിരിക്കും കുറച്ചുകൂടി എളുപ്പമെന്ന് മിസ്സിന് തോന്നുന്നു. ഇങ്ങനെ മൈനസ് ചെയ്യാൻ അറിയുന്ന കൂട്ടുകാർ ഇങ്ങനെ ചെയ്തോളൂ. വളരെ സിമ്പിളാണ്, പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റൂ കേട്ടോ. ഓക്കെ, ഇനി മറ്റേ മെത്തേഡ് ഒന്ന് മിസ് പറഞ്ഞുതരാം. 77നെ 77 നമുക്ക് എന്താക്കി മാറ്റണം? 100 മാറ്റണം അല്ലേ. ഓക്കെ, അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? 77 + 3, അതിലേക്ക് എത്രയാണ് ആഡ് ചെയ്യുന്നത് മക്കളെ? 3 ആണ് ആഡ് ചെയ്യുന്നത് കേട്ടോ. ആഡ് ചെയ്യുന്ന സംഖ്യ നമുക്കൊന്ന് സർക്കിൾ ചെയ്യാം. 77ലേക്ക് 3 കൂട്ടിയാൽ എത്രയാണ് മക്കളെ? 78 79 80 വരിക അല്ലേ. 80. ഓക്കെ, 80നെ ഇനി 100 സിമ്പിൾ അല്ലേ മക്കളെ. 80ലേക്ക് എത്ര ആഡ് ചെയ്യണം? 20 ആഡ് ചെയ്താൽ എത്രയാണ് മക്കളെ? യെസ്, എത്ര കിട്ടും നമുക്ക്? 100. അപ്പോൾ ടോട്ടൽ എത്രയാണ് നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്? ആദ്യം ഒരു 3യും ഇപ്പോൾ ഒരു 20യും. അപ്പോൾ ടോട്ടൽ എത്രയാണ് മക്കളെ? 20 + 3 23. അപ്പോൾ എത്രയാണ് മക്കളെ കടക്കാരൻ ബാക്കി കൊടുക്കേണ്ടത്? യെസ്, 23 രൂപയാണ് കടക്കാരൻ എന്ത് ചെയ്യേണ്ടത്? തിരിച്ചു കൊടുക്കേണ്ടത്. മനസ്സിലായിട്ടുണ്ടോ പറഞ്ഞത്? ഇങ്ങനെ മൈനസ് ചെയ്യാനോ അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യാനോ എനിക്ക് അറിയില്ല എന്ന് ഓർത്തിട്ട് ഒരിക്കലും ആ ക്വസ്റ്റ്യൻ സ്കിപ്പ് ചെയ്യാൻ പാടില്ല. മക്കൾക്ക് പെട്ടെന്ന് ആൻസറിലോട്ട് എത്താൻ പറ്റൂ കേട്ടോ. മക്കളൊന്ന് ചെയ്ത് നോക്കിയാൽ മാത്രം മതി. ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോകാം മക്കളെ. എല്ലാവരും റെഡി ആണല്ലോ? നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഫിസ has 1 50 note, 2 10 notes and 3 1 rupee coins. How much money does Fiza have in total എന്നാണ് ചോദിച്ചത്. ഫിസയുടെ കയ്യിൽ 150 rupees നോട്ട് അല്ലേ. 50 രൂപ എത്രയുണ്ട്? 50 രൂപയുടെ ഒരു നോട്ട് അല്ലേ. 50 രൂപയുടെ ഒരു നോട്ടും 2 10 rupees അല്ലേ. 10 രൂപയുടെ എത്ര നോട്ടാണ്? 2 നോട്ടോ. അതുപോലെ തന്നെ 3 1 rupee കോയിൻസിൽ 3 ഒന്നുകൂടി ചെയ്താൽ കേട്ടോ മക്കളെ. നമുക്ക് 50 രൂപയുടെ എത്ര നോട്ടുണ്ട്? 50 രൂപയുടെ ഒരു നോട്ടുണ്ട് അല്ലേ. ഒരു നോട്ടുണ്ട്. അതുപോലെ തന്നെ 10 രൂപയുടെ 2 നോട്ടാണുള്ളത് അല്ലേ. 10 രൂപ എത്രയുണ്ട് മക്കളെ? 2 നോട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ എന്താണ്? കോയിൻസ് ആണുള്ളത് അല്ലേ. 1 rupee കോയിൻസ് ആണുള്ളത്. 1 rupee കോയിൻസ് എത്രയുണ്ട് മക്കളെ? 3 കോയിൻസും ഉണ്ട്. ഇങ്ങനെയാണ് ആരുടെ കയ്യിലുള്ള? ഫിസേൻ്റെ കയ്യിലുള്ള ക്യാഷ് എന്ന് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിസയുടെ കയ്യിൽ എത്ര ബാലൻസ് ഉണ്ട്? ടോട്ടൽ എത്ര എമൗണ്ട് ഉണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, 50ൻ്റെ ഒരു നോട്ടെന്ന് പറഞ്ഞാൽ എത്ര രൂപയാണ് മക്കളെ? 50ൻ്റെ ഒരു നോട്ടെന്ന് പറഞ്ഞാൽ 50 തന്നെയാണ്. 10ൻ്റെ 2 നോട്ടെന്ന് പറഞ്ഞാൽ നമുക്കറിയാം 20 ഇനി 1 രൂപയുടെ 3 കോയിൻസ് എന്ന് പറഞ്ഞാൽ 3 ഇതെല്ലാം കൂടി ആഡ് ചെയ്താൽ നമ്മുടെ ഫിസയുടെ കയ്യിൽ എത്ര രൂപയാണ് ടോട്ടലായിട്ടുള്ളത് എന്ന് നമുക്ക് കണ്ടെത്തിക്കൂടെ മക്കളെ? ഓക്കെ, ആഡ് ചെയ്ത് നോക്കിക്കേ. 0 + 0 + 3 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 3 ആണ്. ദെൻ 5 + 2 എന്ന് പറഞ്ഞാൽ എത്രയാണ് മക്കളെ? 7 ആണ്. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 73 എന്ന് കിട്ടി. 73 എന്ന് കിട്ടി. നമ്മുടെ ഫിസയുടെ കയ്യിൽ അപ്പോൾ എത്ര രൂപയുണ്ട് മക്കളെ? 73 rupees. 73 രൂപയുണ്ട്. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പോൾ ഇത്തരത്തിൽ രൂപയുമായി ബന്ധപ്പെട്ടിട്ടുള്ള ചോദ്യങ്ങൾ മക്കൾക്ക് വരാം. അതായത് ഓരോ നോട്ടും തന്നിട്ട് ഇന്ന നോട്ട് ഇത്ര എണ്ണം വീതമുണ്ട്, അങ്ങനെയാണെങ്കിൽ ടോട്ടൽ എമൗണ്ട് കാണാനൊക്കെ മക്കളടുത്ത് ചോദിക്കും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയ ആണ് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ മനസ്സിലായിട്ടുണ്ടല്ലോ? ഇത്തരത്തിൽ നിങ്ങൾക്കൊരു കടയിലെ വില വിവര പട്ടിക പ്രൈസ് ലിസ്റ്റ് തന്നുകൊണ്ട് അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഇത്തരത്തിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും. മക്കൾ നന്നായിട്ട് ശ്രദ്ധിക്കുക. നല്ല രീതിയിൽ തന്നെ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുക കേട്ടോ. ഓക്കെ മക്കളെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോയാലോ? അതിലോട്ട് പോകുന്നതിന് മുന്നേയായിട്ട് ടീച്ചർ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കുകയാണ്, നമ്മുടെ ചാനലിൽ 89 രൂപ എടുത്ത് മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ കൂട്ടുകാർക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള സ്പെഷ്യൽ ക്ലാസ്സുകൾ അവൈലബിൾ ആയിരിക്കും. അതോടൊപ്പം തന്നെ നിങ്ങളുടെ സിലബസ് ബേസ്ഡുള്ള ട്യൂഷൻ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ മെമ്പർഷിപ്പ് എടുത്ത് ജോയിൻ ചെയ്യാവുന്നതാണ്. ഓക്കെ മക്കളെ, നമുക്ക് നെക്സ്റ്റ് ആക്ടിവിറ്റിയിലോട്ട് പോവാം. ആക്ടിവിറ്റി 5 ഉണ്ണിയപ്പം ബോക്സ് കേട്ടോ. ഉണ്ണിയപ്പത്തിൻ്റെ പെട്ടി, അതാണ് നമ്മുടെ 5ാമത്തെ പ്രവർത്തനം. നോക്കിക്കേ മക്കളെ, ദർ ആർ 10 ഉണ്ണിയപ്പംസ് ഇൻ എ ബോക്സ് അല്ലേ. ഒരു ബോക്സിനകത്ത് എത്ര ഉണ്ണിയപ്പം ഉണ്ട് മക്കളെ? 10 ഉണ്ണിയപ്പം ഉണ്ട് എന്നാണ് പറയുന്നത്. നോക്കിക്കേ, ഇഫ് ശ്രേയ ബൈ 3 such box, how many ഉണ്ണിയപ്പം
ഡസ് ഷീ ഹാവ് ഇൻ ടോട്ടൽ? അതായത് ശ്രേയ അത്തരത്തിലുള്ള 3 ബോക്സ് മേടിച്ചു. ശ്രേയ എത്രയാണ് മേടിച്ചിട്ടുള്ളത് മക്കളെ? അത്തരത്തിലുള്ള 3 ബോക്സാണ് മേടിച്ചിട്ടുള്ളത്. അങ്ങനെയാണെങ്കിൽ ശ്രേയയുടെ കൈവശം ഇത്ര എണ്ണം ഉണ്ടായിരിക്കുന്ന ചോദിച്ചത്. നമ്മൾ പറഞ്ഞു ആദ്യത്തെ ബോക്സിൽ 10 ഉണ്ടായിരിക്കും, രണ്ടാമത്തെ ബോക്സിലും 10 ഉണ്ടായിരിക്കും, മൂന്നാമത്തെ ബോക്സിലും 10 ഉണ്ടായിരിക്കും. അപ്പോൾ ടോട്ടൽ കാണാൻ എന്ത് ചെയ്താൽ മതി? ഇതെല്ലാം തമ്മിൽ ആഡ് ചെയ്താൽ മതി അല്ലേ? 3 10 ചേർന്നാൽ നമുക്കറിയാം 30 ആണ്. അപ്പോൾ ടോട്ടൽ എത്ര ഉണ്ടായിരിക്കും മക്കളെ? 30 എന്ന് കിട്ടൂ അല്ലേ? ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കേ. If she needs a total of 40 ഉണ്ണിയപ്പംസ്, how many more boxes should she buy എന്നാണ് ചോദിച്ചിട്ടുള്ളത് അല്ലേ? അതായത് അവൾക്ക് 40 ഉണ്ണിയപ്പാണ് വേണ്ടത് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇനി എത്ര അധികം ബോക്സ് കൂടി അവൾ മേടിക്കണം എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇപ്പം നമ്മുടെ ശ്രേയ എത്ര മേടിച്ചിട്ടുണ്ട് മക്കളെ? നമ്മളോട് പറഞ്ഞത് എത്രയാണ്? 3 ബോക്സസ് ആണ് അല്ലേ? 3 ബോക്സ് മേടിച്ചപ്പോൾ തന്നെ അവളുടെ കയ്യിൽ എത്രയുണ്ട് മക്കളെ? 30 ഉണ്ണിയപ്പമാണ് അവളുടെ അടുത്തുള്ളത് അല്ലേ? ഇനി അത് എത്രയായിട്ട് വാങ്ങണം? അവൾക്ക് 40 ആയിട്ടാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഇനി എത്ര ബോക്സ് കൂടി വേണം എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ നോക്കിക്കേ മക്കളെ, 30 40 ആവാനായിട്ട് അതിലേക്ക് എത്ര കൂടി ചേർക്കണം? 10 കൂടി ചേർത്താലാണ് 30 എന്താവുക മക്കളെ? 40 ആയിട്ട് മാറുക അല്ലേ? അപ്പോൾ നമ്മുടെ അടുത്ത് മറ്റൊരു കാര്യം പറഞ്ഞിട്ടുണ്ട്. ഒരു 1 ബോക്സിൽ എത്ര ഉണ്ണിയപ്പമുണ്ട്? 10 ഉണ്ണിയപ്പമുണ്ട്. അപ്പോൾ അവൾ എത്ര ബോക്സ് കൂടി മേടിക്കണം? ഒരു ബോക്സ് മേടിച്ചാൽ തന്നെ എന്താവും മക്കളെ? 10 ഉണ്ണിയപ്പം കിട്ടൂലേ? അതായത് 40 ഉണ്ണിയപ്പാവും ടോട്ടൽ. അപ്പോൾ അവൾ എത്ര ബോക്സ് കൂടി മേടിക്കണം മക്കളെ? യെസ്, 1 ബോക്സ് അല്ലേ? ഒരു ബോക്സ് കൂടിയാണ് അവൾ എന്ത് ചെയ്യേണ്ടത്? മേടിക്കേണ്ടത് കേട്ടോ. ഓക്കെ, ക്ലിയർ ആയിട്ടുണ്ടോ? ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യനിലോട്ട് പോവാം അല്ലേ? നോക്കിക്കേ മക്കളെ. ഇഫ് ശ്രേയ ഷെയർഡ് 20 ഉണ്ണിയപ്പംസ് വിത്ത് ഹർ ഫ്രണ്ട്സ് ഫ്രം വാട്ട് ഷീ ബോട്ട്, ഹൗ മെനി ഉണ്ണിയപ്പംസ് ആർ ലെഫ്റ്റ് നൗ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതായത് നമ്മുടെ ശ്രേയ എന്ത് ചെയ്തു മക്കളെ? അവൾ ടോട്ടൽ മേടിച്ചിട്ടുള്ള ഉണ്ണിയപ്പത്തിൽ നിന്ന് 20 ഉണ്ണിയപ്പം എന്ത് ചെയ്തു? അവളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തു കേട്ടോ. ടോട്ടൽ അവളുടെ കയ്യിൽ എത്രയായിരുന്നു ഉണ്ടായിരുന്നത് മക്കളെ? 40 ആണല്ലേ നമ്മളിപ്പോൾ ലാസ്റ്റ് എത്തിയിട്ടുള്ളത്. 40-ൽ അവൾ എന്ത് ചെയ്തു? 20 അവളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്തു. അങ്ങനെയാണെങ്കിൽ അവളുടെ കൈവശം ഇനി എത്ര ബാക്കിയുണ്ട്? ലെഫ്റ്റ് എന്നാണ് ചോദിച്ചത് അല്ലേ? എത്ര ബാക്കിയുണ്ട് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ടോട്ടൽ നമുക്കറിയാം 40 ആണ്. അതിൽ നിന്ന് 20 ആണ് ഫ്രണ്ട്സിന് കൊടുത്തത്. അപ്പോൾ ബാക്കി കാണാൻ നമ്മൾ എന്ത് ചെയ്യണം മക്കളെ? മൈനസ് ആണ് ചെയ്യേണ്ടത് അല്ലേ? 40 - 20 എന്ന് പറഞ്ഞാൽ 0 - 0 3 0 ആണ്. 4 - 2 എന്ന് പറഞ്ഞാൽ 2 ആണ്. ബാക്കി എത്രയാണ് മക്കളെ? യെസ്, 20 ആണല്ലോ. അപ്പോൾ അവരുടെ കൈവശം എത്ര ബാക്കി ഉണ്ടായിരിക്കും? 20 ബാക്കി ഉണ്ടായിരിക്കും. ക്ലിയർ ആയിട്ടുണ്ടല്ലോ? അപ്പം ഇത്രയും ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ മാത്സുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ചെയ്യണത് കേട്ടോ. ഓക്കെ മക്കളെ, അപ്പോൾ പാർട്ട് 1 വീഡിയോ മിസ്സാക്കരുത്, അതും കാണാം. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മുടെ ന്യൂ സിലബസ് ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഉൾപ്പെടുത്തിയിട്ട് മറ്റ് വീഡിയോസും ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാ മക്കളും നിങ്ങളുടെ എക്സാമിന് മുന്നേ ആയിട്ട് വീഡിയോസൊക്കെ കാണുക കേട്ടോ. ഓക്കെ മക്കളെ, പിന്നെ മെമ്പർഷിപ്പിൻ്റെ കാര്യം മറക്കണ്ട. 89 രൂപയ്ക്ക് നിങ്ങൾക്ക് 1 മുതൽ 4ാം ക്ലാസ് വരെയുള്ള എല്ലാ ക്ലാസ്സുകളും അവൈലബിൾ ആയിരിക്കും കേട്ടോ. അപ്പം കൂടുതൽ സംശയങ്ങൾ തീർക്കാനായിട്ട് നമ്മുടെ സ്ക്രീനിൽ കാണുന്ന 8589823710 എന്ന വാട്സപ്പ് നമ്പറിൽ മക്കൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് കേട്ടോ. ഓക്കെ മക്കളെ, മറ്റൊരു പുതിയ ക്ലാസ്സുമായിട്ട് അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം.